മത്സ്യം അവതരിച്ചു ധർമ്മ സംരക്ഷണാർത്ഥം. ഇത് പാടിക്കഴിഞ്ഞാൽ അവർക്ക് കേസായിരിക്കും. കാരണം നമ്മൾ ലക്ഷങ്ങൾ മുടക്കി യൂട്യൂബ് ചാനലിൽ ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് അടിച്ചാൽ കേൾക്കാം. അതുപോലെ തന്നെ ആറുപടയ വീഡിയോ ശ്രീമുരുകന്റെ. അപ്പോൾ നമ്മൾ മഴവിൽ സംഗീതത്തിലെ ഒരു വ്യക്തി 2 ഗാനം ആലപിക്കുമ്പോൾ നമ്മളൊരു 10 ആളുണ്ടെങ്കിലും 20 പാട്ട് കഴിയുമ്പോൾ നമ്മൾ മത്സ്യം പാടി, അതിനുശേഷം കൂർമ്മം പാടി. അങ്ങനെ ഈ 108 ഗാനങ്ങൾ കഴിയുമ്പോൾ നമ്മളെ 10 അവതാര ഗാനങ്ങൾ ജനങ്ങൾക്ക് ആസ്വദിക്കാവുന്നതാണ്. അങ്ങനെയുള്ളൊരു ട്രൂപ്പിനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അത് കാരണം ഏത് നന്ദഗോവിന്ദോട് എന്ത് ചെയ്താലും അവരാരെയൊക്കെ പാട്ട് അവർ പലരും എല്ലാവരും കൂടി പാടുന്നു. കൃത്യമായിട്ട് ഒരു പാട്ട് അവരുടെ ഒരു സോളോ പാട്ട് നമ്മൾ ഇന്നുവരെ കേട്ടിട്ടില്ല. ഒരു വ്യക്തിയുടെ പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ? അവരെല്ലാവരും കൂടി പാടില്ല. എവിടെയാണ് തെറ്റണേ എവിടെയാണ് ശരിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ എല്ലാ പ്രോഗ്രാമിലും പരമാവധി 6 മണിക്ക് വൈക്കം വിജയലക്ഷ്മിനെ ക്ഷേത്രങ്ങളിൽ പങ്കെടുപ്പിക്കാൻ നമ്മൾ പറയുന്നുണ്ട്. അവരുടെ പേയ്മെന്റ് ആ ക്ഷേത്രം കൊടുക്കുകയാണെങ്കിൽ അവരുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ രാവിലെ 8 തുടങ്ങി രാത്രി 8-നുള്ളിൽ 108 ഗാനങ്ങളുടെ സംഗീതാർച്ചനയാണ്. അതായത് ഒരു 3 മണിക്കൂർ പ്രോഗ്രാമോ 4 മണിക്കൂർ പ്രോഗ്രാം വാങ്ങി നമ്മൾ 50,000 ലക്ഷം വാങ്ങി പോകുന്ന പ്രോഗ്രാം അല്ല. നമ്മൾ സംഗീതാർച്ചനയാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും നല്ല വൃത്തിയായി പാട്ടുകൾ പഠിക്കുക, രാജേശ്വരി മേഡവുമായി സഹകരിക്കുക. എന്നാലും നമ്മൾക്ക് എല്ലാവർക്കും സഹകരിച്ച് മഴവിൽ സംഗീതം കേരളത്തിലെ 14 ജില്ലകളിലുള്ള നമ്പർ 1 ട്രൂപ്പായിട്ട് മാറാൻ നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പരിശ്രമിക്കുക. താങ്ക് യു.